പശ്ചിമ ബംഗാളിലെ ഒരു ദരിദ്ര കുടുംബം കടയിൽ നിന്ന് വസ്ത്രവ്യാപാരത്തിലേക്ക് മാറാൻ അഗർവാളിനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ബിസിനസ് സഹജബോധമായിരുന്നു. ഇന്ത്യൻ റീറ്റെയിലിൽ ആരും തൊടാത്ത ഒരു സാധ്യത അദ്ദേഹം കണ്ടു. കൊൽക്കത്തയിൽ തന്നെ വിശാൽ ഗാർമെന്റ്സ് എന്ന പേരിൽ ഒരു ചെറിയ കട തുറന്നു അദ്ദേഹം. താങ്ങാവുന്ന വിലയിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ. പിന്നെ അദ്ദേഹം അവിടെ 15 വർഷം നിന്നു. കുടുങ്ങിപ്പോയത് കൊണ്ടല്ല, നിരീക്ഷിക്കുകയായിരുന്നു. 15 വർഷങ്ങളോളം അദ്ദേഹം ലാൽ ബസാറിലെ ആ ഗാർമെന്റ് കട നടത്തി. ഇക്കാലയളവിൽ ഇന്ത്യൻ ഉപഭോക്താക്കളെ കുറിച്ചും റീറ്റെയിൽ വസ്ത്രവ്യാപാരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചും പലതും പഠിച്ചു. ഉപഭോക്താക്കളുമായി നേരിട്ട് സംസാരിച്ചു. അഭിരുചികളിലെ മാറ്റങ്ങൾ കണ്ടറിഞ്ഞു. വളരെ ചുരുക്കി പണം ചെലവാക്കി ജീവിച്ചു. ആ മിതവ്യയം, ആ ക്ഷമ, സാധാരണ ഇന്ത്യൻ ഉപഭോക്താവിന് ശരിക്കും എന്താണ് വാങ്ങേണ്ടത് എന്നതിലുള്ള കണിശമായ ശ്രദ്ധ, ഇതെല്ലാം പിന്നീട് വിശാൽ മെഗാ മാർട്ടിന്റെ അടിത്തറയായി മാറി. 2001 അഗർവാൾ ഒരു പുതിയ തീരുമാനമെടുത്തു. കൊൽക്കത്തയിലെ ഗാർമെന്റ് കട അടച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ ആസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റി. അറിയാത്ത ഒരു നഗരത്തിലേക്കുള്ള യാത്ര, കടം വാങ്ങിയ പണവുമായി, അന്നുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ആശയവുമായി. ഡൽഹിയിൽ ആദ്യത്തെ വിശാൽ മെഗാ മാർട്ട് സ്റ്റോർ തുറന്നു. വസ്ത്രങ്ങളും പലചരക്കും വീട്ടുപകരണങ്ങളും വളരെ കുറഞ്ഞ വിലയ്ക്ക് ഒരേ കൂരയ്ക്ക് കീഴിൽ. ഇത് 2001 ഓർഗനൈസ്ഡ് റീറ്റെയിൽ ഇന്ത്യയിൽ അന്നൊരു ആശയം പോലും ആയിരുന്നില്ല. ബിഗ് ബസാർ അതേ വർഷമാണ് തുടങ്ങിയത്. സ്പെൻസേഴ്സ് അപ്പോഴും പിച്ചവെച്ച് നടക്കുന്നു. ഒരു ഷർട്ടും ഒരു ചാക്കരിയും ഒരു പ്രഷർ കുക്കറും ഒരു ജോഡി ചെരുപ്പും ഒരേ യാത്രയിൽ വാങ്ങാവുന്ന ഒരു വലിയ സ്റ്റോർ. ഇന്ത്യൻ ഉപഭോക്താക്കൾ അങ്ങനെയൊന്ന് അനുഭവിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അഗർവാളിന്റെ ആശയം ലളിതമായിരുന്നു. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് എല്ലാം ഒരേ കുടക്ക് കീഴിൽ കിട്ടണം, അതും വളരെ വില കുറഞ്ഞു. തന്റെ കയ്യിലുള്ള തുച്ഛമായ രൂപ എണ്ണി നോക്കുമ്പോൾ ആരും അവജ്ഞയോട് തുറിച്ചു നോക്കാത്ത രീതിയിൽ. പക്ഷേ ആ ആദ്യകാല വിജയത്തിന് ഒരു വിലയുണ്ടായിരുന്നു. 2000 ആണ്ടുകളിലെ അമിത വേഗത്തിലുള്ള വികസനം കാരണം കടം കുമിഞ്ഞുകൂടി. 2009 ആയപ്പോഴേക്കും 730 കോടിക്ക് മുകളിലായി കടം. ഒടുവിൽ SBIയുടെ നേതൃത്വത്തിൽ കോർപ്പറേറ്റ് ഡെറ്റ് റീസ്ട്രക്ചറിംഗിലേക്ക് കാര്യങ്ങളെത്തി. വിശാൽ മെഗാ മാർട്ട് അന്നൊരു ലിസ്റ്റഡ് കമ്പനിയായി മാറിയിരുന്നു. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ലോകത്തെ ഒട്ടുമിക്ക കമ്പനികളെയും തകർത്തപ്പോഴാണ് വിശാൽ മെഗാ മാർട്ടിനും 750 കോടിയോളം രൂപ നഷ്ടമുണ്ടായത്. അവസാനം അഗർവാളിനെ വിശാൽ മെഗാ മാർട്ട് വിൽക്കേണ്ടി വന്നു. സ്വന്തം ബ്രാൻഡിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അദ്ദേഹം സൃഷ്ടിച്ച കമ്പനി പ്രൈവറ്റ് ഇക്വിറ്റി ഏറ്റെടുത്തു. മിക്കവർക്കും കഥ അവിടെ തീരും. എന്തെങ്കിലും പണിതുയർത്തുന്നു, നഷ്ടപ്പെടുന്നു, പിന്നെ ജീവിതത്തിൽ ചെറുതെന്തെങ്കിലുമായി ഒതുങ്ങുന്നു. പക്ഷെ രാംചന്ദ്ര അഗർവാൾ അങ്ങനെ ചെയ്തില്ല. 2011 തന്നെ അദ്ദേഹം V2 റീറ്റെയിൽ സ്റ്റോറുകൾ സ്ഥാപിച്ചു. ലക്ഷ്യം പഴയത് തന്നെ, കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ സാധാരണ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുക. അതേ ദർശനം, അതേ ഉപഭോക്താവ്, വാല്യൂവിലുള്ള അതേ കണിശത, പൂജ്യത്തിൽ നിന്ന് വീണ്ടും. V2 റീറ്റെയിൽ വേഗത്തിൽ വളർന്നു. ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിലായി 128 സ്റ്റോറുകളായി. പാപ്പരത്വവും നിർബന്ധിത വിൽപ്പനയും ഒരു സമ്പൂർണ്ണ റീസെറ്റും കടന്നു വന്ന ആ മനുഷ്യൻ ഇന്ന് ആയിരക്കണക്കിന് കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു റീറ്റെയിൽ ശൃംഖല വീണ്ടും പടുത്തുയർത്തുകയാണ്. അതേസമയം അദ്ദേഹം ആദ്യം പണിത ബ്രാൻഡ് വിശാൽ മെഗാ മാർട്ട് പുതിയ ഉടമകളുടെ കീഴിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. 2024 ഡിസംബറിൽ 8000 കോടിയുടെ IPO, ലിസ്റ്റിംഗ് ദിവസം തന്നെ 41% കുതിച്ചുയർന്ന വില. സ്ഥാപകന് സ്വന്തം ബ്രാൻഡിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ ബ്രാൻഡ് ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ റീറ്റെയിൽ IPOകളിൽ ഒന്നായി മാറി. അതിൽ വേദനയുമുണ്ട്, ഒരു പാഠവുമുണ്ട്.